മാന്യ പ്രേക്ഷകർക്ക് ജെയിംസ് വിഷനിലേക്ക് സ്വാഗതം. നോങ്നൂച്ച് ഗാർഡൻ്റെ അവിസ്മരണീയമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അടുത്തതായി പോകുന്നത് നോങ്നൂച്ചിൽ തന്നെയുള്ള ഇതിനോടനുബന്ധമായി തന്നെയുള്ള ലോകപ്രശസ്തമായ സംഗീത നൃത്ത പരിപാടിയായ അൽക്കാസർ ഷോ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളിൽ നിന്ന് തുടങ്ങാം. (1981) ഇത് തുടങ്ങുന്നത്. ഇത് ഒരു കൾച്ചറൽ ഷോ കൂടിയാണ്. തായ്ലാൻഡിൻ്റെ പരമ്പരാഗതമായ നൃത്തരൂപങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. സ്റ്റേജിൽ മാറി മാറി വരുന്ന രംഗസജ്ജീകരണങ്ങൾ നേരിട്ട് തന്നെ കാണണം. കൂടുതൽ വിശദീകരിക്കുന്നില്ല, കണ്ടു നോക്കുക. ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഷോയുടെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ വരുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ഈ അൽക്കാസർ ഷോ നേരിട്ട് കണ്ടിരിക്കണം. ആകാരഭംഗിയും സൗന്ദര്യവും കഴിവും എല്ലാം ഒത്തിണങ്ങിയ ലേഡി ബോയ്സ് എന്നറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡേഴ്സാണ് ഇതിലധികവും എന്ന് പറയപ്പെടുന്നു. Enjoy the rest of your visit and please remember to take all your personal belongings with you. Thank you and goodbye. അടുത്തതായി നോങ്നൂച്ചിൽ തന്നെയുള്ള ഒരു എലിഫന്റ് ഷോയാണ്. ആനകളെ കൊണ്ട് എന്തെല്ലാം കളികളാണ് ഇവർ കളിപ്പിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. സൂചി എറിഞ്ഞ് ബലൂൺ പൊട്ടിക്കുന്ന ഒരു ഗെയിമാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്തതായി ബലൂണുകൾ ചവിട്ടി പൊട്ടിക്കുന്ന ഒരു മത്സരമാണ്. അടുത്തതായി ആനകളെ കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ചിത്രം വരപ്പിച്ചിട്ട് ആ ചിത്രം ഓഡിയൻസിന് വേണമെങ്കിൽ അവർ വിലയ്ക്ക് തരുന്നതായിരിക്കും.
ചിത്രം വരച്ച ഒരു കലാകാരൻ ഓഡിയൻസിനോട് പൈസ ആവശ്യപ്പെടുകയാണ്. ചിലരൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അത് അതിൻ്റെ പാപ്പാനെ ഏൽപ്പിക്കും. അടുത്തതായി ആനകളും ആൾക്കാരും തമ്മിലുള്ള ചില അഭ്യാസങ്ങളാണ്. ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ് അവർ ഇവരെ വിളിച്ചുകൊണ്ട് പോയത്. ഇനി അവരുടെ ആൾക്കാർ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. അടുത്തതായി നടക്കാൻ പോകുന്നത് ബാസ്കറ്റ് ബോൾ മത്സരമാണ്. അടുത്തത് ബൗളിംഗ് ആണ്. ഫുട്ബോൾ മത്സരം. ഫുട്ബോൾ മത്സരം എന്ന് പറയാൻ കഴിയില്ല, പെനാൽറ്റി അടിയാണ് ഇവിടെ നടക്കുന്നതല്ല. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പേടി മാറാൻ വേണ്ടി ആനയുടെ കീഴിൽ കൂടെ മനുഷ്യരെ നടത്താറുണ്ട് എന്ന്. ഇവിടെ നേരെ തിരിച്ചാണ്. മനുഷ്യൻ്റെ മുകളിൽ കൂടെ ആന ചവിട്ടാതെ നടക്കുകയാണ്. അടുത്ത ഐറ്റം എലിഫന്റ് മസാജാണ്. അടുത്തത് ആന റാലിയാണ്. ഇത്രയധികം ആനകൾ ഇത്രയും നേരം ഇവിടെ അഭ്യാസങ്ങൾ കാണിച്ചിട്ടും ഒരാന പോലും അനുസരണക്കേട് കാണിക്കുകയോ ഉടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നോങ്നൂച്ച് എലിഫന്റ് തിയേറ്റർ എന്നാണ് ഈ സ്റ്റേഡിയത്തിന് പറയുന്നത്. എലിഫന്റ് ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷായി വീണ്ടും ഞങ്ങൾ ഈവനിങ്ങിൽ മറ്റൊരു അൽക്കാസർ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഷോ തുടങ്ങാൻ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളതിനാൽ ഞങ്ങളിങ്ങനെ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സമയം കളയുകയാണ്. ഇത് മറ്റൊരു കൾച്ചറൽ ഷോയാണ്. ഈ ഷോയ്ക്ക് ശേഷം ഇവർ തിയേറ്ററിന് വെളിയിൽ ഇറങ്ങി വന്ന് നിൽക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, പക്ഷേ പൈസ കൊടുക്കണം. ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഐശ്വര്യമാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്.
ഷോയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ഡിന്നർ കഴിക്കാനായി ദി ബെവർലി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ബഫേ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെജും നോൺ വെജും ഒക്കെ ആയിട്ട് ധാരാളം വെറൈറ്റി ഫുഡുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്ന്. അങ്ങനെ ഡിന്നറിന് ശേഷം ഞങ്ങളുടെ ആദ്യ ദിവസത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി താഴെയുള്ള ഹോട്ടലിൽ തന്നെ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബഫേ ആണ്. ഇഡലി സാമ്പാറും ഒന്നുമല്ല, ഫ്രൈഡ് റൈസ്, സോസേജ്, നൂഡിൽസ്, ബ്രെഡ്, ഓംലെറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് പട്ടായ സിറ്റിയിലേക്കാണ്. രാവിലെ ഏകദേശം 8:45 ഞങ്ങൾ പട്ടായ സിറ്റിയിലെത്തി. അപ്പോൾ തന്നെ അവിടെ ഏകദേശം ടൂറിസ്റ്റുകളുടെയും കച്ചവടക്കാരുടെയും ഒരു തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞു. തൊപ്പിയും കൂളിംഗ് ഗ്ലാസും അങ്ങനെയുള്ള പല ഐറ്റംസ് കച്ചവടം നടത്തുന്നവരിങ്ങനെ ഓടി നടക്കുകയാണ് നമ്മളെ പിടിച്ചേൽപ്പിക്കാനായിട്ട്. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്ലസൻറ്റ് കാലാവസ്ഥയാണ്. നമ്മുടെ ടൂർ മാനേജർ പ്രണവ് എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുക്കാനുള്ള പ്രയത്നത്തിലാണ്. ഇനിയും നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ്. കോറൽ ഐലൻഡാണ്. അപ്പോൾ അത് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ ബോട്ടിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ടീമിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കയ്യിൽ ഓരോ ചരട് കെട്ടിത്തരുന്നുണ്ട്. ഈ മെയിൻ ലാൻഡിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരത്താണ് കോറൽ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ഉൾക്കടലാണ്. എന്ന് വെച്ചാൽ തായ്ലൻഡിന് ഉള്ളിലേക്ക് കയറി കിടക്കുന്ന കടലിൻ്റെ ഒരു ഭാഗം. ഇവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട്. നടന്ന് ഒരു ബ്രിഡ്ജ് കയറി അതിലൂടെ നടന്ന് ടെമ്പററി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡെക്കിലെത്തി അതിൽ നിന്നാണ് നമ്മൾ ബോട്ടിലേക്ക് കയറുന്നത്.
ബോട്ടിനെ നിയന്ത്രിക്കുന്ന ആൾക്കാർ നമ്മളെ സേഫായിട്ട് കൈയൊക്കെ പിടിച്ച് ബോട്ടിലേക്ക് കയറ്റുകയാണ്. ഉള്ളിൽ കടന്നാൽ ആദ്യമായി എല്ലാവരും നിർബന്ധമായി ലൈഫ് ജാക്കറ്റ് ധരിക്കണം. അങ്ങനെ ഞങ്ങൾ പട്ടായ സിറ്റിയിൽ നിന്നും കോറൽ ഐലൻഡിലേക്ക് പുറപ്പെടുകയാണ്. ഇതിനിടയിൽ നമുക്ക് ഐലൻഡ് പോലത്തെ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ചെറിയ ഡെക്കിൽ കയറാനുണ്ട്. അതെന്തിനാണെന്ന് അവിടെ ചെല്ലുമ്പോൾ കാണാം. ബോട്ട് ഇപ്പോൾ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 എഞ്ചിനാണ് ഒരു ബോട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പട്ടായ സിറ്റിയിൽ നിന്നും അകന്നകന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച മാതിരി കോറൽ ഐലൻഡിന് മുൻപുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് പാരാസെയിലിംഗ്, അണ്ടർ വാട്ടർ വാക്കിംഗ്, സ്കൂബ ഡൈവിംഗ് അങ്ങനെ തുടങ്ങിയ പല ആക്ടിവിറ്റീസിനുള്ള ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പാരാസെയിലിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റുള്ള ആക്ടിവിറ്റീസുകൾ വേറെ വേറെ പ്ലാറ്റ്ഫോമുകളിലാണ്. അപ്പോൾ നമ്മുടെ ടീമിലുള്ള ഒരാൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. 5 മിനിറ്റ് കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിനെ ഒന്ന് ചുറ്റിക്കറങ്ങി തിരികെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്യുന്നതായിരിക്കും. പാരാസെയിലിങ്ങിൽ താല്പര്യമുള്ളവർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ വേണോ വേണ്ടായോ എന്ന് ആലോചിച്ച് ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാനായി സംഘാടകരിൽ 2 പേർ എത്തിയിട്ടുണ്ട്. You really everyone buy all activity and enjoy all the activity, then you get experience, how beautiful experience here. Okay, so for this activity when we go down the sea, first we are oxygen helmet over your head for breathing. How you breathe right now, same breathe in the water, and don't worry and don't feel shy, don't scared, because all the activity 100% safe, so don't feel shy, don't feel scared, and no need swimming all the activity, right? ഇനിയും ഒരു ലാൻഡിംഗ് കൂടെ കണ്ടു നോക്കൂ. ഇതും നമ്മുടെ ടീമിലുള്ള ആൾ തന്നെയാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളത്തിൽ വീണാലും പേടിക്കാനില്ല, പൊങ്ങിക്കടന്നോളും. നമ്മുടെ തന്നെ ടീമിലുള്ള കുറച്ച് പേർ അണ്ടർ വാട്ടർ വാക്കിങ്ങിനും മറ്റ് ആക്ടിവിറ്റീസിനുമായിട്ട് മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോയിട്ടുണ്ട്. അവരിനി നേരെ കോറൽ ഐലൻഡിലോട്ട് എത്തിക്കോളും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ടീമിലെ ആൾക്കാർ നേരെ ഇനി കോറൽ ഐലൻഡിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ കോറൽ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ടീം മാനേജർ വിവരങ്ങൾ നൽകുന്നുണ്ട്. കോറൽ ഐലൻഡ് എത്തി. ഇവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് പറയാം. ഇവിടെ കരയിൽ നിന്നും കുറച്ച് അകലെ വരെ മാത്രമേ ബോട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഡെക്കോ ബ്രിഡ്ജോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ നടന്നു തന്നെ വേണം കരയിലേക്ക് കയറാൻ. നല്ല തെളിഞ്ഞ വെള്ളവും നല്ല മണൽത്തരികളും ഉള്ള ഒരു വൃത്തിയുള്ള ഒരു ബീച്ചാണിത്. ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാനായി ധാരാളം ചെയറുകൾ തണലിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബീച്ചുകളിലും എന്ന പോലെ തന്നെ കടലിൽ കളിക്കുകയും കുളിക്കുകയും വെയിൽ കായുകയും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ്. സ്ത്രീകളൊക്കെ അങ്ങനെ ചെറിയ രീതിയിൽ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ്. കുറേ പേരൊക്കെ ഇറങ്ങി. MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിൽ അഭിനയിച്ച പോൾ വർഗീസ് അങ്കിൾ ഞങ്ങളോടൊപ്പം ടീമിലുണ്ടായിരുന്നു.
സിനിമയിൽ മാത്രമല്ല പല സീരിയലുകളിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഈ ബീച്ചിൻ്റെ പുറകിലായി പാരലായി ഒരു റോഡുണ്ട്. ആ റോഡിന് ഒരു വശത്തായി മുഴുവനും കടകളാണ്. ലിക്കർ മുതൽ മുട്ടുസൂചി വരെയുള്ള എല്ലാ കച്ചവടങ്ങളും ഇവിടെ വളരെ ഓപ്പണായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒറ്റ മനുഷ്യനെ പോലും കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നതോ നടക്കുന്നതോ ഒന്നും കാണാനുമില്ല. അങ്ങനെ ഞങ്ങൾ ഈ ബീച്ചിൽ കുറേ സമയം ചെലവിട്ട ശേഷം വീണ്ടും തിരികെ പട്ടായ സിറ്റിയിലേക്ക് നീങ്ങുകയാണ്. തിരികെ പോകുന്നത് ചെറിയ ബോട്ടുകളായതിനാൽ 2 ബോട്ടുകളിലായിട്ട് വേണം ഞങ്ങളുടെ ടീം തിരികെ പോകാൻ. അങ്ങനെ നമ്മൾ പട്ടായ സിറ്റിയിൽ തിരികെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മെയിൻ ലാൻഡിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മരത്തിന് ചുവട്ടിൽ നിന്ന് 2 പേര് നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് സംഭവം എന്നറിയാൻ ടീമിലുള്ള ആൾക്കാർ അവിടെ വട്ടം കൂടിയപ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മളുടെ ഫോട്ടോ നമ്മളറിയാതെ തന്നെ അവർ ചിത്രീകരിച്ച് ഫ്രെയിം ചെയ്ത് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ടീമിലുള്ള എല്ലാവരുടെയും ഫോട്ടോ വിദഗ്ധമായിട്ട് അവരെടുത്തിട്ടുണ്ട്. 100 രൂപയാണ് ഒരു ഫോട്ടോയുടെ 100 ബാത്താണ് ഒരു ഫോട്ടോയുടെ വില. നിർബന്ധമില്ല, ആവശ്യക്കാരെടുത്താൽ മതി. പലരും വാങ്ങി, ഞങ്ങളും ഞങ്ങളുടെ ഒരു ഫോട്ടോ വാങ്ങി. അപ്പോഴേക്കും ലഞ്ച് ടൈമായി. ഞങ്ങളിനിയും ലഞ്ച് കഴിക്കാനായി ഒരു ഹോട്ടലിലേക്ക് കയറുകയാണ്. ലഞ്ചിന് ശേഷം ഞങ്ങളുടെ അടുത്ത പരിപാടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ഗോൾഡ് ജുവലറി കൂടിയായ ജെംസ് ഗാലറിയുടെ സന്ദർശനമാണ്. അങ്ങനെ ഞങ്ങൾ ജെംസ് ഗാലറിയിൽ എത്തിയിരിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കാനുള്ള പാസുകളാണ് നമ്മുടെ ഡ്രസ്സിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ട്രാമിൽ കയറ്റി നമ്മളെ വലിയ ഇരുണ്ട ഗുഹ മാതിരിയുള്ള ഒരു ഏരിയയിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത്. അതിനുള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. വളരെ വർണ്ണമനോഹരമായ കാഴ്ചകളായിരുന്നു. എങ്ങനെയാണ് ഡയമണ്ടൊക്കെ ഖനനം ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലൈവ് ഷോയാണ് അവിടെ അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളെ അവർ കൊണ്ടുപോകുന്നത് ഡയമണ്ടിൻ്റെ വലിയൊരു വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ ആൾക്കാരിരുന്ന് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡയമണ്ട് കട്ട് ചെയ്യുന്നതും പോളിഷ് ചെയ്യുന്നതും ഒക്കെ. അതൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, സമയക്കുറവ് കാരണം. അതിനുശേഷം ഞങ്ങൾ അവരുടെ വിശാലമായ ഷോറൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗോൾഡും ഡയമണ്ടും മാത്രമല്ല, മുത്തുകളും പവിഴങ്ങളും സ്റ്റോണുകളും ഒക്കെ കൊണ്ടുള്ള പല ആഭരണങ്ങളും, അതേപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് പല ശില്പങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 1987 ഈ ജുവലറി ഇവിടെ ആരംഭിക്കുന്നത്. ജെംസ് ഗാലറി സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് പട്ടായയിലെ ഏറ്റവും പ്രശസ്തമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാനാണ്. വലിയ ഒരു നദിക്ക് മുകളിൽ പൂർണ്ണമായും തടിയിൽ തീർത്ത ഒരു വലിയ മാർക്കറ്റാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ എൻട്രൻസിനോട് ചേർന്ന ഒരു ജെട്ടിയിൽ നിന്നും നമ്മളെ വള്ളത്തിൽ കയറ്റി വെള്ളത്തിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് മാർക്കറ്റിൻ്റെ മറ്റേ അറ്റത്ത് കൊണ്ടെത്തിക്കുന്നതായിരിക്കും.
അവിടെ നിന്ന് നമ്മൾ മാർക്കറ്റിനുള്ളിൽ കൂടി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് പർച്ചേസൊക്കെ ചെയ്ത് നമുക്ക് തിരികെ എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്താവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാവുന്നതാണ്. ഇതാവുമ്പോൾ ഒരു ബോട്ടിങ് കൂടി ആകുമല്ലോ. വെനീസിലുമൊക്കെ കെട്ടിടങ്ങൾക്ക് ഇടയിലുള്ള നദിയിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു സൈഡിലായി ചെറുവള്ളങ്ങളൊക്കെ മാർക്കറ്റിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിലൊക്കെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസിൻ്റെ കച്ചവടങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ നമുക്ക് മാർക്കറ്റിലൂടെ തിരികെ നടന്നു വരുമ്പോൾ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. 2008 ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ നിർമ്മിക്കുന്നത്. 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയാണ് ഇതിനുള്ളത്. ഈ ബോട്ടിലൂടെ മന്ദമായി ഇങ്ങനെ സഞ്ചരിച്ച് ഈ കാഴ്ചകളൊക്കെ കാണാൻ വളരെ ഹൃദ്യമായി തോന്നി. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ മറ്റേ അറ്റത്തുള്ള ജെട്ടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുമ്പേ തന്നെ ഞങ്ങളുടെ ബോട്ടിങ്ങിൻ്റെ ഫോട്ടോ ഞങ്ങളറിയാതെ തന്നെ എടുത്ത് പ്രിൻ്റ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇവിടെയും ഒരു ഫോട്ടോയുടെ വില 100 ബാത്താണ്. ചിലരൊക്കെ വാങ്ങി. ഇനിയും നമുക്ക് മാർക്കറ്റിനുള്ളിലെ കച്ചവടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുഡ്, ക്ലോത്ത്സ്, ബാഗ്സ്, അങ്ങനെ ഒരുവിധം എല്ലാ കച്ചവടങ്ങളും ഈ മാർക്കറ്റിനുള്ളിൽ നടക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർ ചെറിയൊരു അറപ്പോടുകൂടി കാണുന്ന ഫുഡ് ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട്. ഞണ്ട്, തേള്, പുഴു, നീരാളി, കോഴിയുടെ പാദങ്ങൾ, പാറ്റ, ഇതിനെയൊക്കെ പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല ആൾക്കാരും, പ്രത്യേകിച്ച് വ്ളോഗർമാരൊക്കെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വിലയാണ്. ഇത് തൂക്കിയാണ് തരുന്നത്. സ്വർണം തൂക്കുന്ന മാതിരിയാണ് ഇത് തൂക്കുന്നതും. ഇത് മുതലയിറച്ചിയാണ്. അതിൻ്റെ തലയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മാംസം ഇങ്ങനെ സ്റ്റിക്കിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഓർഡർ കൊടുത്താൽ ഉടനെ ഗ്രില്ല് ചെയ്ത് തരുന്നതായിരിക്കും. സ്റ്റിൽ ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെയുണ്ട്. രാത്രിയിൽ ലൈറ്റുകളൊക്കെ ഇട്ട് ഈ മാർക്കറ്റ് കാണാൻ വളരെ മനോഹരമാണെന്ന് പറയുന്നു. ഓരോരോ ബിസിനസ് ട്രിക്കുകൾ നോക്കണേ. ഇവിടെ കുറച്ച് ആട് കിടപ്പുണ്ട്. അവിടെ ഒരാൾ കുറച്ച് പാൽക്കുപ്പിയുമായിട്ട് ഇരിപ്പുണ്ട്. ആടിനെ ഫീഡ് ചെയ്യാൻ കൊതിയുള്ളവർ അവിടുന്ന് ഒരു ബോട്ടിലെടുത്ത് നമുക്ക് ഈ ആടിന് ഫീഡ് ചെയ്യാം. അതിന് 25 ബാത്ത്. ഇവിടെ തേളിനെ അതേപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയുണ്ട്. ഒരു ബാഡ് സ്മെല്ലും വരുന്നുണ്ട്. നമുക്കിഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ മുകളിൽ ഈച്ച എടുക്കാതിരിക്കാനായിരിക്കും ഫാൻ പോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മുതലയിറച്ചിയാണ്. അത് വലിയ കുഴപ്പമില്ലെന്ന് കഴിച്ചിട്ടുള്ളവർ പറയുന്നു. ഇവിടെ തേളിനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കമ്പിൽ കുത്തി നിർത്തിയിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് പൈസ കൊടുത്ത് അതേപോലെ വാങ്ങിച്ച് കടിച്ചു തിന്നാം. നമുക്കിത് കാണുമ്പോൾ അറപ്പാകുമെങ്കിലും ഇത് കണ്ട് കൊതി ഊറുന്നവരും ഉണ്ട്. നമ്മൾ വള്ളത്തിലൂടെ വന്നപ്പോൾ കണ്ട കച്ചവടക്കാരുടെ ചെറുവള്ളങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരാൾ സ്വന്തം വിശപ്പ് മാറ്റം എന്തോ കഴിക്കുന്നു. മറ്റൊരു കച്ചവടക്കാരി ഇങ്ങനെ കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
നമ്മുടെ കാലുകൾ മീനിനെ കൊണ്ട് കൊത്തിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിനുള്ള സ്ഥലമാണിവിടെ. ഇങ്ങനെ പല വെറൈറ്റിയിലുള്ള ധാരാളം ബിസിനസ്സുകളാണ് ഈ മാർക്കറ്റിൽ നടക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടം സന്ദർശിക്കുന്നത്. എല്ലാമൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങളുടെ ടൂറിൻ്റെ 2ാം ദിവസമായ ഇന്നത്തെ പരിപാടികൾ വൈൻഡപ്പ് ചെയ്ത് ഹോട്ടലിലേക്ക് തിരിക്കുകയാണ്. തായ്ലാൻഡ് ടൂറിൻ്റെ പാർട്ട് 3 വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.